രാവിലെ എനിക്ക് 8ൻ്റെ പണി കിട്ടി കേട്ടോ. കഞ്ഞി ഊറ്റിയതാണ്. കഞ്ഞിയോടെല്ലാം കൂടെ കയ്യെ വന്ന് വീണു. എൻ്റെ ചെറുക്കൻ്റെ സങ്കടം കണ്ടോ. അവൻ എൻ്റെ ഐസ് വെള്ളം എടുക്കുക എന്ന് പറയാം. പെട്ടെന്ന് ധൃതി വെച്ച് ചെയ്തതാണേ. അപ്പോഴത്തേക്ക് പറ്റി ഭയങ്കര ഊത്തല, പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഊത്തല. കൈ പറയത്തുള്ളൂ. വേണ്ട, ഇത്ര മതി. ഇല്ല, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാൽ വേണ്ട മോനെ, നമ്മുടെ കൈ ഒന്ന് മരയ്ക്കും. അതല്ല നല്ലത്. ഇതാലോ കുറച്ചുകൂടെ ഇല്ല, ഇവിടെ വെള്ളം വീഴുവാണേ. ഇത്ര പിന്നെ അമ്മ തന്നെ വൃത്തിയാക്കണം. കൈ എടുക്കണ്ട. ഒന്നും പറയണ്ട. ഇല്ലടാ, രാവിലെ ഒരു പണി കിട്ടിയത്. ഭയങ്കര ഊത്തല കേട്ടോ. കൈ എടുക്കുമ്പം ഭയങ്കര ഇതാണ്. നമ്മൾ ധൃതി വെച്ച് എന്തെങ്കിലും പണി ചെയ്താണ്ടല്ലോ, പണി അങ്ങ് കിട്ടും. അമ്മ രാവിലെ അങ്ങ് തലവേദനയായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഇതുകൂടെ പറയണ്ട. അവരുടെ സങ്കടം കണ്ടോ. അവരുടെ കൈക്ക് കൊള്ളുമ്പോൾ ഇങ്ങനെയാണോ തടുത്തുള്ള ദൈവമാർ. ഞാൻ ഇവിടെ കിടന്ന് ഓടുന്ന കണ്ടപ്പോൾ ഓടി വന്ന കേട്ടോ. ഭയങ്കര വിഷമം കേട്ടോ എനിക്ക്. എന്തെങ്കിലും പറ്റിക്കഴിയുമ്പോൾ ഭയങ്കര സങ്കടം. കാരണം ഞങ്ങൾ 3 മാത്രമല്ലേ കുത്തി ഉണ്ടാക്കാനും എല്ലാത്തിനും. ഇല്ലടാ, വേറെ ആരും ഇല്ലല്ലോ. അതിന് പഠിക്കുന്നിടത്ത് ഓടി വന്നതാ. ഒന്നും പറയണ്ട, ശരിയാകുമായിരിക്കും. അടുക്കള പണിയും ഇടയ്ക്ക് വന്നിട്ട് കൈ എടുത്ത് വെള്ളത്തിൽ മുക്കുക, എന്നാലേ ഉള്ളൂ. കാരണം ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ല, ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഒന്നും പറയണ്ട. അങ്ങനെ അവിടെ കൈ ഭയങ്കരമായിട്ട് ഇനി അറിയത്തില്ല അതിൻ്റെ ഇത് പൊങ്ങി വരുമോയെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും തണുത്ത വെള്ളത്തിൽ വെച്ചുകൊണ്ട് കുറച്ചൊരു ഊത്തൽ കുറവുണ്ട്. ഊത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകച്ചിൽ കുറവുണ്ട് കേട്ടോ. എന്തായാലും രാവിലെ ഒരു 8ൻ്റെ പണി കിട്ടി. പറയണ്ട, തലവേദനയും ഇതും എല്ലാം കൂടെ ആയപ്പോൾ അപ്പാടെ പറയത്തില്ല, നമ്മളെ കുട്ടുമാമ പെട്ടുമാമ എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ ഇതായിട്ടിരിക്കുക കണ്ടോ. പിന്നെ അറിയില്ല, എല്ലാം ശരിയായി എന്ന് വിശ്വസിക്കുന്നില്ല. കേട്ടാ.